നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിരവധി കാലം പഞ്ചായത്ത് മെമ്പറുമൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള സഖാവ് കെ ആറിനൊപ്പമാണ്. നമസ്കാരം സഖാവ് കെ ആർ. നമസ്കാരം. ജീവിതത്തിൽ മുക്കാൽ ഭാഗവും ജനസേവനത്തിന് വേണ്ടി മാറ്റിവെച്ച വ്യക്തിത്വമാണ് സഖാവ് കെ ആർ. ഒരുപാട് കാലം പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമൊക്കെയായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. എത്ര കാലമായി ഈ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയിട്ട്? ഞാൻ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ 1983 മെമ്പർഷിപ്പിലേക്ക് വരുന്നത്. പക്ഷെ അതിനു മുമ്പ് 15 വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ ഈ പാർട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നു. ആ കാലഘട്ടം മുതൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമായിരുന്നു. ഏതാണ്ടിപ്പോൾ 45 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടം എന്ന് പറയുന്നത്. സഖാവ് കെ ആറിന് കുടുംബജീവിതത്തിൽ പാലിച്ച ഉത്തരവാദിത്വമുള്ള വ്യക്തിത്വമാണ്. വളരെ തിരക്ക് പിടിച്ച രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഈ രാഷ്ട്രീയവും കുടുംബജീവിതവും തമ്മിൽ എങ്ങനെ ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല? എനിക്ക് 18 വയസ്സുള്ളപ്പം എൻ്റെ പിതാവ് മരിച്ചു പോയിട്ടുള്ള. ഞങ്ങൾ 8 മക്കളായിരുന്നു. അപ്പോൾ ഈ 8 മക്കളെയും സംരക്ഷിച്ച് പോകുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും ഒരു തടസ്സവുമില്ലാതെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞാൻ നല്ലതുപോലെ പരിശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു പ്രതിസന്ധിയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു നിലപാടിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് കുടുംബജീവിതവും പാർട്ടി പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിപ്പോഴും തുടർന്ന് പോരുകയാണ്. അതിലൊന്നും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായ സന്ദർഭത്തിലൊക്കെ അതിനെയൊക്കെ അതിജീവിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഈ 45 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയ്ക്ക് ഇതുവരെ പ്രവർത്തിയെന്നോ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ ജനസേവനത്തിനോ 10 പൈസ പോലും സമ്പാദിക്കാത്ത ഒരു വ്യക്തിയാണ് സഖാവ് കെ ആർ. ഇന്നും കിടപ്പാടമില്ലാതെ വാടകയ്ക്ക് കിടക്കുന്ന ഒരവസ്ഥയിലാണ് സഖാവ് കെ ആർ. കെ ആറിനോട് സ്നേഹത്തോടെ ചോദിക്കുക, ഇത്രയും വർഷം ഇപ്പോഴും ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ സ്ഥാനത്ത് നിൽക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും വർഷമായിട്ട് പാർട്ടി പ്രവർത്തിച്ച് മെമ്പറായി, പ്രസിഡന്റായി, എല്ലാമായി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി, പക്ഷെ ഇതുവരെ ഒരു കടപ്പാടം പോലും ഉണ്ടാക്കുവാനോ 10 പൈസ സമ്പാദിക്കുവാനോ മക്കളെ ഏതെങ്കിലും നിലയിൽ ഈ സ്വാധീനം ഉപയോഗിച്ച് കയറ്റിവിടാനോ സഖാവിന് സാധിച്ചിട്ടില്ല. ഈ രാഷ്ട്രീയ ജീവിതത്തിൽ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടോ സഖാവിന്? എന്നെ സംബന്ധിച്ച് ഒരു കുറ്റബോധം തോന്നുന്നില്ല. കാരണം ഞാനൊരു സാധാരണക്കാരനായി പാർട്ടി പ്രവർത്തന രംഗത്ത് വന്ന് ഏതാണ്ട് 23-ാമത്തെ വയസ്സിൽ ആദ്യം എനിക്ക് ജനപ്രതിനിധിയായി ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഏതാണ്ട് ഇപ്പോൾ വരെ 30-35 വർഷം ഗ്രാമപഞ്ചായത്ത് അംഗമെന്ന നിലയിൽ, ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർമാൻ എന്ന നിലയിലും വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും കഴിഞ്ഞ 5 വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും വളരെ ഭംഗിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു അഭിമാന ബോധമാണ് എനിക്ക് കാര്യത്തിലുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടിക്ക് എന്നെ പൂർണ്ണമായി വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഈ കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ കൃത്യമായി നിർവഹിച്ചു എന്ന അഭിമാന ബോധത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും ഞാൻ പ്രവർത്തന രംഗത്ത് സജീവമായി നിന്ന് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ച് എനിക്കൊരു മാനസികമായ പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. പിന്നെ സാധാരണക്കാരൻ എന്ന നിലയിൽ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട നിരന്തരമായ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധി ഇപ്പോഴും അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അതിനെയെല്ലാം അതിജീവിക്കുക എന്ന നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടും നിലപാടുകൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെ നിശ്ചയിച്ചാണ് ഇപ്പോഴും ഞാൻ നിലകൊണ്ടു പോകുന്നത്. പാർട്ടിയിൽ ഇത്രയും വർഷം പ്രവർത്തിച്ചിട്ടും പാർട്ടിന്നൊരു മുന്നോട്ടൊരു ചുവട് കയറാൻ സാധിച്ചോ? അത് പാർട്ടി സഹായിച്ചില്ല എന്ന് എന്തെങ്കിലും മനസ്സിലുണ്ടോ കയറി? എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ
യാതൊരു അഭിപ്രായവുമില്ല. ഞാൻ വളരെ ചെറുപ്പത്തിൽ കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ച് ഒന്നായ ഏരിയ കമ്മിറ്റി ഞാൻ അംഗമായി പ്രവർത്തിച്ചു. പാർട്ടി ലോക്കൽ കമ്മിറ്റി ദീർഘകാലം പ്രവർത്തിച്ചു. പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ചു. കാഞ്ഞിരപ്പള്ളിയിലെ CITUവിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ എന്ന നിലയിൽ പ്രവർത്തിച്ചു. മറ്റു വർഗ പ്രസ്ഥാനം എന്ന നിലയിൽ ചില സംഘടനകളുടെ ജില്ലാതല ചുമതല വരെ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഓരോ ഘട്ടത്തിലും പാർട്ടി അർഹമായ പ്രാതിനിധ്യം എനിക്ക് നൽകിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പം ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം എന്ന നിലയിൽ ലോക്കൽ സെൻറ്ററിലെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായി പ്രവർത്തിക്കുകയാണ്. ഈ കാലയളവിലൊക്കെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലങ്ങളിൽ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വരുന്ന സന്ദർഭത്തിൽ ചില അസുഖങ്ങളൊക്കെ പിടിപെട്ടു എന്നുള്ളത് തന്നെ പ്രവർത്തന രംഗത്ത് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ സജീവമായി നിൽക്കാൻ കഴിയാതെ വന്നിട്ടുള്ള ചില കുറവുകൾ മാത്രമാണ് എനിക്കുള്ളത്. പാർട്ടി എൻ്റെ പ്രവർത്തന ഘട്ടത്തിൽ അർഹമായ പ്രാതിനിധ്യമൊക്കെ കാഞ്ഞിരപ്പള്ളി പാർട്ടി എനിക്ക് നൽകിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഞാൻ അഭിമാനത്തോടുകൂടി കണ്ട് ഇപ്പോഴും ആ ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പാർട്ടിയോടൊപ്പം നിന്ന് പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. പാർട്ടി പ്രവർത്തനത്തിൽ നേതൃത്വത്തിൽ നിന്നുള്ള പ്രവർത്തനം തൃപ്തികരമാണ് കെയറിന്? പാർട്ടി പ്രവർത്തനത്തിൽ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സഹായങ്ങളെല്ലാം തൃപ്തികരമാണ്. ഈ കാണുന്ന അവാർഡുകളും മൊമെന്റുകളും അംഗീകാരങ്ങളും ഒക്കെ എൻ്റെ ജനപ്രതിനിധി കാലഘട്ടത്തിൽ ഞാൻ നടത്തിയിട്ടുള്ള എൻ്റെ മികവാർന്ന പ്രവർത്തനം അങ്ങനെയായിരിക്കും ജനങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണല്ലോ ഈ കാണുന്ന ഈ സമ്മാനങ്ങളും ആദരവും മൊമെന്റോയും ഒക്കെ എനിക്ക് ലഭിക്കാൻ ഇടവന്നിട്ടുള്ളൂ. ഞാൻ ഈ കാര്യങ്ങളൊന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയോ പറയുന്നതിന് വേണ്ടിയോ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അവർ നൽകിയ അംഗീകാരങ്ങളൊക്കെ സ്വീകരിച്ച് ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെൻ്റെ കഴിഞ്ഞ നാളുകളിലെ ജനപ്രതിനിധി എന്നുള്ള പ്രവർത്തനത്തിലും 5 വർഷക്കാലം മോശമല്ലാത്തൊരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല ഞാൻ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വലിയൊരു അംഗീകാരം എനിക്ക് ഈ ഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ എന്നെ അംഗീകരിക്കാനും അത് മനസ്സിലാക്കാനും വന്നിട്ടുള്ള ആളുകളിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാനിവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഘട്ടത്തിലൊക്കെ മോശമല്ലാത്ത പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല, ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ വന്നൊരാളെന്ന നിലയിൽ ആ ഉത്തരവാദിത്വം ഓരോ ഘട്ടങ്ങളിലും ഞാൻ കൃത്യമായി നിർവഹിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏതാണ്ട് 30-35 വർഷക്കാലം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ എന്നെപ്പോലെയുള്ള ഒരാൾക്ക് മത്സരിക്കാനും ജയിക്കുവാനും അതനുസരിച്ചുള്ള സ്ഥാനങ്ങളിൽ എന്നെ ചുമതലപ്പെടുത്താനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാർട്ടിയോട് നീതി പുലർത്തിയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് പാർട്ടിക്കറിയാം. അല്ലെങ്കിൽ പാർട്ടി ഇത്ര ദീർഘകാലം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മത്സരിക്കുന്നതിനുള്ള അവസരം തുടർച്ചയായി പാർട്ടി കൊടുക്കുന്നതല്ല എന്നതിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പല മെമ്പർമാരും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർ പാസ്സാക്കിയെടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഫ്ലെക്സ് വെച്ച് ഫോട്ടോ സഹിതം പരസ്യം വെക്കുന്നത് കാണാം. ഇത്രയും വർഷത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിടത്ത് പോലും കൂവപ്പള്ളി തന്നെ വർഷങ്ങളോളം പഞ്ചായത്ത് മെമ്പറായിരുന്നു, ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ഇപ്പം നിലവിൽ വിരിക്കത്തോടിൻ്റെ മെമ്പറും കൂടിയാണ്. ഒരിടത്ത് പോലും കെയറിൻ്റെ ഒരു ഫ്ലെക്സ് കാണാൻ സാധിക്കുന്നില്ല. അങ്ങോട്ട് കൂട്ടുവാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കെയർ വാർഡുകളിൽ ചെയ്തിരിക്കുന്നത്. ഒരിടത്ത് കൂടി ഫ്ലെക്സ് കാണാൻ സാധിച്ചത് എന്താ? ഫ്ലെക്സിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്, പബ്ലിസിറ്റിയോട് താല്പര്യമില്ലേ? ഞാൻ ആദ്യം മത്സരിക്കുന്നത് കൂവപ്പള്ളിയിലാണ്. ഞാൻ വരുന്ന കാലഘട്ടം കൂവപ്പള്ളി ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഏവർക്കും അറിയാം. ലക്ഷം വീട് ഉൾപ്പെടുന്ന വലിയൊരു കോളനി പ്രദേശമായിരുന്നു. അവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി ആ പ്രദേശത്തെ ആകെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ലക്ഷം വീട് നവീകരണ പ്രവർത്തനം. മനോഹരമായ ഒറ്റ വീടുകളാക്കി ഇരട്ട വീടുകൾ മാറ്റി. അത് വലിയൊരു ദൗത്യമാണ്.
ആ പ്രദേശത്ത് വഴി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വാഹനങ്ങൾ കയറി ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും എല്ലാവർക്കും മനോഹരമായ നല്ല വീടുകൾ പണിതു കൊടുക്കാൻ കഴിയും. ഇന്ന് കാണുന്ന കൂവപ്പള്ളി ആ കോളനി പ്രദേശത്തെ ആ രൂപത്തിൽ പരുവപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. കാരണം 25 വർഷക്കാലം കൂവപ്പള്ളി കോളനി തന്നെ നിന്നുകൊണ്ട് ഞാൻ ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ പ്രവർത്തനത്തിൽ വലിയ മാറ്റങ്ങളുടെ പട്ടികയിലേക്ക് ആ പ്രദേശത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന സന്ദർഭത്തിൽ ഇത് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഫ്ലക്സ് വെക്കുകയോ അല്ലെ മറ്റു പരസ്യങ്ങൾ കൊടുക്കുകയോ ചെയ്യുക എന്ന ഒരു ചുമതല ഏറ്റെടുത്തിട്ടില്ല. ഞാൻ അപ്പോഴും പറയുമായിരുന്നു, എൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിലാണ് എൻ്റെ ബോർഡുകളെല്ലാം സ്ഥാപിക്കുന്നത്. തമാശനാണെങ്കിൽ ഞാൻ അങ്ങനെ പറയായിരുന്നു. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിലാണ് എൻ്റെ ഫ്ലെക്സ് ബോർഡുകളും പരസ്യങ്ങളും ഒക്കെ. അതുകൊണ്ട് നവമാധ്യമങ്ങളിലൂടെയോ ഫ്ലെക്സ് ബോർഡ് വെച്ചോ മറ്റു പരസ്യങ്ങൾ നൽകിയോ ഞാൻ ജനങ്ങളുടെ ഇടയിൽ എന്നെ അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ തന്നെ ഒരു ശ്രമം നടത്തിയിട്ടില്ല. അത് എന്നെ അറിയുന്ന ജനങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു പ്രദേശത്ത് ഒരു വാർഡിൽ ഏതാണ്ട് 25 വർഷക്കാലം ഞാൻ പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം നൽകി അത് ഫലപ്രദമായി ആ നാടിന് വേണ്ടി വിനിയോഗിച്ചു എന്നൊരു ബോധ്യം ഇപ്പോഴും ആ കാര്യത്തിൽ എനിക്കുണ്ട്. ഞാൻ മറ്റു വാർഡുകളിൽ മത്സരിച്ച് ജയിച്ച സ്ഥലങ്ങളിലുമൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നത്. അതുകൊണ്ട് പരസ്യം ജനങ്ങൾ മനസ്സിലാക്കുക, ജനങ്ങളുടെ ഹൃദയത്തിൽ ഫ്ലെക്സ് ബോർഡ് എന്ന ആ ആശയം സ്ഥാപിച്ച് മുന്നോട്ട് വരിക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഇത്ര നേരം നമ്മുടെ കൂടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നമ്മളൊക്കെ സഹകരിച്ച സഖാവ് കെആറിനും എന്നെ ഞാനാക്കി മാറ്റിയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പം എന്നെ ചേർത്ത് നിർത്തി ഇത്രത്തോളം എത്തിച്ച സഖാവ് കെആറിനും എൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഒരുപാട് നന്ദി. നമസ്കാരം.